എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് LDC 2024 75 ഹോട്ട് ടോപ്പിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനും അതേപോലെ തന്നെ സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദി. ഈ സപ്പോർട്ടും അതേപോലെ തന്നെ ഈ സ്നേഹവും എല്ലാം തുടർന്നും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വേണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, കേരള റെനൈസൻസ്, ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് സെറ്റ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോന്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഞാനപ്പോൾ മാക്സിമം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ മൊത്തം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം നമുക്ക് ഇന്ന് കലാപങ്ങളും ബാക്കി കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. അതും SCRT ബേസ്ഡ് പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം കണ്ടന്റ് ബേസ്ഡ് ആണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇനി ഒരു നോട്ട്സിന് വേണ്ടിയിട്ട് പോകേണ്ട കാര്യമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഡിസ്കഷൻ കൂടിയും ഇതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി 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 നന്ദി. എൻ്റെ പേരിലും അരുൺ കൊമ്പനാടൻ എന്ന് പറയുന്ന എഡ്യൂക്കേറ്ററിന്റെ പേരിലും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് 2024 ലഭിച്ചത് ആർക്കാണ്? വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് 2024 ലഭിച്ചത് ആർക്കാണ്? മുഹമ്മദ് സലീം എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറിനാണ് വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് 2024 ലഭിച്ചത്. ഇത് 5 വയസ്സുള്ള കുഞ്ഞിന്റെ മൃതദേഹം മടിയിൽ വച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയതാണ് റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള മുഹമ്മദ് സലീമിന് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് എന്ത് പറയും, ആ ഒരു ചിത്രം കയറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ള പുതച്ച് ഒരു കുട്ടിയെ കയ്യിലെടുത്ത് തേങ്ങുന്ന ഒരു അമ്മയുടെ ചിത്രമാണ് ഈ പറയുന്ന മുഹമ്മദ് സലീം എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്തത്. പാലസ്തീൻ വനിതയാണ് ഈ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം സങ്കടം വരുന്ന ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ അതിനാണ് ഈ പ്രാവശ്യത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് 2024 ലഭിച്ചത് മുഹമ്മദ് സലീം. മുഹമ്മദ് സലീം ആരായിരുന്നു ഈ ചിത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലസ്തീൻ വനിതയുടെ ചിത്രമാണ്. അതായത് മൃതദേഹം മടിയിൽ വച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയതിനാണ് മുഹമ്മദ് സലീമിന് വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് 2024 ലഭിച്ചത്. അടുത്തത്, സ്കൈ ട്രാക്ക് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം കൈവരിച്ചത് ഏത് വിമാനത്താവളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് സ്കൈ ട്രാക്ക് വേൾഡ് എയർപോർട്ട് പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം കൈവരിച്ചത് ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. മൂന്നാമത്തെ, നിർമ്മിത ബുദ്ധി. ഇന്ന് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് ഇന്നത്തെ ഈ ഒരു യുഗം എന്ന് പറയുന്നത്. അപ്പോൾ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി OpenAIയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായി പ്രഖ്യാപിത ആയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഗ്യാ മിശ്രയാണ് നിയമിതനായത്. ഓക്കെ, അപ്പോൾ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി OpenAIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആരാണെന്ന് ചോദിച്ചാൽ അതാണ് പ്രഗ്യാ മിശ്ര. പ്രഗ്യാ മിശ്ര. ഓക്കെ, പുതിയ നാവികസേന മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി നിയമിതനാവുകയാണ്. അപ്പോൾ പുതിയ നാവികസേന മേധാവി ഇപ്പോഴത്തെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമാണ് രവീന്ദ്ര ജഡേജ. അപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് രവീന്ദ്ര ജഡേജ. ഓക്കെ, അടുത്തത് 2024 ലോറസ് പുരസ്കാരം ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചും അതേപോലെ തന്നെ ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റി എന്നിവർക്കാണ് ലഭിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. 2024 ലോറസ് പുരസ്കാരം, 2024 ലോറസ് പുരസ്കാരം ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, അതേപോലെ തന്നെ ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റി എന്നിവർക്കാണ് ലഭിച്ചത്. ഓർത്തു വച്ചോ, ഒരു മാർക്ക് ഷുവർ ഷോട്ടാണ്. അടുത്തത്,
ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം പിടിച്ച ആളുകളാണ്. ഒന്നാമത്തെ, ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ ഇടം പിടിച്ചു. അതേപോലെ തന്നെ ബോളിവുഡ് നടി അലിയ ഭട്ട്, അതേപോലെ ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യനാഥല്ല എന്നിവരാണ് ഭാരതീയരായിട്ടുള്ള ആളുകൾ 2024 ടൈം വാരിക പുറത്തിറക്കിയ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തികളിൽ ഇടം പിടിച്ചത്. അപ്പോൾ ആ 100 പേരിൽ ഇടം പിടിച്ച ആളുകളാണ് ഈ പറയുന്ന ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, അതേപോലെ തന്നെ ബോളിവുഡ് നടിയായിട്ടുള്ള അലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യനാഥല്ല. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പഠിച്ചു വച്ചോ. അടുത്തത്, ലോക ടെന്നീസ് 1ാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നൊവാക് ജോക്കോവിച്ച് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ലോക ടെന്നീസ് 1ാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നൊവാക് ജോക്കോവിച്ച് ആണ് ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ എന്ന് പറയുന്നത്. എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനമാണ്, നമുക്കറിയാം, ബോയിങ് എന്ന് പറയുന്ന സിനിമയൊക്കെ നമ്മൾ കേട്ടപ്പോൾ മുതൽ നമുക്കറിയാം. അപ്പോൾ ഈ എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിങ് 747 എന്ന് പറയുന്ന വിമാനങ്ങളുടെ സർവീസാണ് ഇപ്പോൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, കാരണം എയർ ഇന്ത്യയുടെ ഏത് ജനപ്രിയ വിമാനം അല്ലെങ്കിൽ ബോയിങ് 747 സർവീസുകൾ അവസാനിപ്പിച്ചത് എന്നാണ്? 2024 ഈ പറയുന്ന മെയ് മാസത്തിലാണ് എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിങ് 747 സർവീസ് അവസാനിപ്പിച്ചത്. ഓക്കെ. അടുത്തത്, 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്തു ലിഖിതം പാലക്കാട് ജില്ലയിൽ നിന്നും കണ്ടെത്തി. അപ്പോൾ 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്തു ലിഖിതം ഏത് ജില്ലയിൽ നിന്നാണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ വിക്ഷേപിക്കാൻ പോകുന്ന പേടകത്തിന്റെ പേരാണ് ക്ലിപ്പർ. അപ്പോൾ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ വിക്ഷേപിക്കാൻ പോകുന്ന പേടകത്തിന്റെ പേരാണ് ക്ലിപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെച്ചോ, ക്ലിപ്പർ എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള ഏതാണ്? യൂറോപ്പ. ഓക്കെ, യൂറോപ്പയുടെ ജീവന്റെ സാധ്യത കണ്ടെത്താൻ വേണ്ടിയിട്ട് നാസയാണ് അയക്കുന്നതെന്ന് ഓർത്താൽ മതി. അപ്പൊ വ്യാഴം, യൂറോപ്പ, അതേപോലെ തന്നെ നാസ, ക്ലിപ്പർ. ഓർത്തു വെച്ചോ, വ്യാഴം, യൂറോപ്പ, നാസ, ക്ലിപ്പർ. ഓക്കെ. ഐക്യ കേരള രൂപീകരണത്തിനു ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിന്റെ റെക്കോർഡ് ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ റെക്കോർഡാണ് മറികടന്നത്. അപ്പോൾ നിലവില് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ തുടർച്ചയായിട്ട് ഇരുന്ന മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ പിണറായി വിജയനാണ്. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ ആരായിരുന്നു? സി അച്യുതമേനോനാണ്. അപ്പോൾ സി അച്യുതമേനോന്റെ റെക്കോർഡാണ് ആര് മറികടന്നത്? ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അടുത്തത്, ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസ് സ്വന്തമാക്കുകയാണ്. ഓക്കെ. അപ്പൊ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസ് സ്വന്തമാക്കുകയാണ്. 2023 ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവിയായിട്ടുള്ള ഗുൽസാറിനും അതേപോലെ തന്നെ പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാരി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കാരണം ജ്ഞാനപീഠം ഒക്കെ എപ്പോഴും ചോദിക്കണല്ലേ. അപ്പോൾ 2023 ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും അതേപോലെ തന്നെ പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാരിക്കുമാണ് കിട്ടിയത്. 21 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ 2023 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? വിഖ്യാത ഉറുദു കവിയായിട്ടുള്ള ഗുൽസാറിനും അതേപോലെ തന്നെ ആരാണ്? രാം ഭദ്രാചാരിക്കുമാണ് കിട്ടുന്നത്. സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം ഏത് സാഹിത്യകാരനാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ എം മുകുന്ദനാണ്. ഓക്കെ. അപ്പോൾ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം ഏത് സാഹിത്യകാരനാണ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ലഭിച്ചത്? എം മുകുന്ദനാണ്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി റെക്കോർഡാണ് നമീബിയൻ താരം ജാൻ നിക്കോൺ ലോഫിന്.
അതായത് നേപ്പാളിനെതിരായുള്ള മത്സരത്തിൽ 33 പന്തിലാണ് താരം ഈ സെഞ്ചുറി നേടുന്നത്. ഓക്കെ, അപ്പോൾ 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി റെക്കോർഡ് നമീബിയൻ താരമാണ് കേട്ടോ. നമീബിയൻ താരം ജാൻ നിക്കോൾസൺ ആണ്. അതായത് ജാൻ നിക്കോൾ ലോഫിന്. ഓക്കെ, ജാൻ നിക്കോൾ ലോഫിനാണ് നേപ്പാളിനെതിരായിട്ടുള്ള മത്സരത്തിലാണ് 33 പന്തിൽ എന്ത് ചെയ്യുന്നത്, സെഞ്ചുറി അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ആണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി പറയാം, കാരണം ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്കാണ് മക്കളെ നമുക്ക് കറണ്ട് അഫയേഴ്സിന്, ഒട്ടും നമുക്ക് കളയാനില്ല. അവസാനമാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഒരു ക്രാഷ് പോലെ തകർത്ത് വാരി നമുക്ക് കറണ്ട് അഫയേഴ്സ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ 20 മാർക്ക് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് 15 മാർക്ക് വാങ്ങാനുള്ള എല്ലാ രീതിയിലുള്ള കറണ്ട് അഫയേഴ്സും നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പോൾ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് 2024 ലഭിച്ചത് ആർക്കായിരുന്നു? മുഹമ്മദ് സലീം. മുഹമ്മദ് സലീം ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഏതായിരുന്നു? പാലസ്തീൻ വനിതയായിട്ടുള്ള വനിത മൃതദേഹം മടിയിൽ വെച്ച്, അതായത് കുഞ്ഞിന്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയതിനാണ് മുഹമ്മദ് സലീമിന് എന്ത് കിട്ടുന്നത്? വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് 2024 ലഭിച്ചത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. സ്കൈ ട്രാക്ക് വേൾഡ് എയർപോർട്ടിൽ 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അപ്പോൾ സ്കൈ ട്രാക്ക് ഹമദ് എയർപോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് നിലവില്? അതായത് നേട്ടം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര എയർപോർട്ടിലാണ്. ഓക്കെ, AI നിർമ്മിത ബുദ്ധി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി ഓപ്പൺ IITയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയാണ് ആര്? പ്രഖ്യ മിശ്ര. പുതിയ നാവികസേന അഡ്മിറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് രവീന്ദ്ര ജഡേജ. 2024 ലോറസ് പുരസ്കാരം സൂപ്പർ താരം നൊവാക് ദോക്യോവിച്ചും ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റിക്കാണ് ലഭിച്ചത്. ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചത് ഒന്നാമത്തെ ആള് ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, രണ്ടാമത് ബോളിവുഡ് നടി അലിയ ഭട്ട്, മൂന്നാമത്തത് ഗുസ്തി താരം സാക്ഷി മാലിക്, നാലാമത്തെ മൈക്രോസോഫ്റ്റ് CEO സത്യ നാദല്ല. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. അടുത്തത് ലോക ടെന്നീസ് റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ദോക്യോവിച്ച്. എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിങ് 747 സർവീസുകൾ അവസാനിപ്പിക്കുകയാണ് മെയ് മുതൽ. ഇനി 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെടുത്തിയത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹം യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ വിക്ഷേപിക്കാൻ പോകുന്നത് എന്താണ്? ക്ലിപ്പാണ്. അപ്പോൾ ക്ലിപ്പ് എവിടെയാണ് നാസ ഇട്ടതെന്ന് ചോദിച്ചാൽ വ്യാഴത്തിന്റെ യൂറോപ്പിലാണ് ക്ലിപ്പ് ഇട്ടത് നാസ എന്നോർത്താൽ മതി. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ പിണറായി വിജയനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അച്യുതമേനോന്റെ റെക്കോർഡാണ് ആര് മറികടന്നത്? പിണറായി വിജയൻ മറികടന്നത്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസ് സ്വന്തമാക്കി. 2023 ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാരിക്കുമാണ് കിട്ടിയത്. 21 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം M മുകുന്ദനാണ് ലഭിച്ചത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി റെക്കോർഡ് നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫിന്. നേപ്പാളിനെതിരായ മത്സരത്തിൽ 33 പന്തിലാണ് താരം ഈ സെഞ്ചുറി നേടിയത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. കറണ്ട് അഫയേഴ്സ് ഞാൻ ഒന്നും കൂടെ എടുത്തു പറഞ്ഞത്, നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ 1-2 തവണയെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കത്തുള്ളൂ. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള മനസ്സൊന്നും ആർക്കുമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടായില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു 1x അല്ലെങ്കിൽ 2x ഇട്ടായാലും കണ്ടു തീർത്താൽ മതി കറണ്ട് അഫയേഴ്സ്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ ഇന്നത്തെ 75 ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. നമുക്ക് ഒരു എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ വർഷങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ കലാപങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബേസ് എന്ന ലെവലിലും അതേപോലെ ഞാൻ പറഞ്ഞു കുറച്ച് മുമ്പ് ഫൗണ്ടേഷൻ എന്ന ലെവലിലൊക്കെ നമുക്ക് ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർഷങ്ങളും അത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ മൊത്തമായിട്ട് കാണുക.
ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് നിങ്ങൾ പറഞ്ഞാലും അത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള കഴിഞ്ഞ ദിവസം സൗണ്ട് ആയിരുന്നു, ഞാൻ മാക്സിമം സൗണ്ട് സെറ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ആയി എന്ന് കരുതുന്നു. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപം കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്മൾ ഓരോ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ 75 ഹോട്ട് ടോപ്പിക്സ് എടുത്തിട്ടുണ്ട്, അത് ടിക്ക് ചെയ്ത് പോകാനായിട്ട് കൂടി ശ്രമിക്കുക. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപം 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. വ്യവസായശാല നിർമ്മിക്കാൻ അഞ്ചുതെങ്ങിൽ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണിയിൽ നിന്ന് ലഭിച്ച വർഷം എന്നാണ് ചോദിച്ചാൽ 1684 വ്യവസായശാല നിർമ്മിക്കാൻ വേണ്ടി അഞ്ചുതെങ്ങില് ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണിയിൽ നിന്നും ലഭിച്ചത്. അവിടെ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദം എന്നാണ് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചതെന്ന് ചോദിച്ചാൽ 1690 കോട്ട കെട്ടാനുള്ള അനുമതി ലഭിക്കുന്നത്. അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ച വർഷം എന്നാ ചോദിച്ചാൽ 1695 വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1695 അഞ്ചുതെങ്ങിൽ എന്ത് ചെയ്യുന്നത്, കോട്ട കെട്ടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശം, അതായത് വ്യവസായശാല നിർമ്മിക്കാൻ അഞ്ചുതെങ്ങിൽ ആ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണിയിൽ നിന്ന് ലഭിച്ചത് 1684 അവിടെ കോട്ട കെട്ടാനുള്ള അനുവാദം കിട്ടിയത് 1690 ഇനി എന്നാണ് കോട്ട പണി കഴിപ്പിച്ചതെന്ന് ചോദിച്ചാൽ 1695 അഞ്ചുതെങ്ങ് കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു ശരിക്കും അഞ്ചുതെങ്ങിൽ കലാപം ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അങ്ങനെ കലാപം നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1697 കലാപം നടന്നത്. അപ്പോൾ നമ്മൾ നോക്കാം, 1684 എന്ത് വ്യവസായശാല നിർമ്മിക്കാൻ അഞ്ചുതെങ്ങിൽ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണിയിൽ നിന്ന് ലഭിച്ചത് 1684 അവിടെ കോട്ട കെട്ടാനുള്ള അനുവാദം നൽകിയതാണെങ്കിൽ 1690 ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ചെന്നാ ചോദിച്ചാൽ 1695 ഇനി എന്നാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നതെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് 1697 എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന സംഭവമാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അഞ്ചുതെങ്ങിൽ ആ കലാപം നടന്നത്? അഞ്ചുതെങ്ങിന്റെ കലാപത്തിന്റെ പ്രധാന കാരണമായിരുന്നു, അതായത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു എന്ത് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അഞ്ചുതെങ്ങ് കലാപം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടെയാണ്? തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് ജില്ല. എവിടെയാന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് മക്കളെ, കാരണം പുതിയതായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും എഴുതി വെച്ചോ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വയനാട്ടിലെ ഭരണാധികാരിയിരുന്ന അത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിത്യവർമ്മയാണ്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആയിരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിത്യവർമ്മയാണ്. അത് സ്പെല്ലിംഗ് ആണ്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആയിരുന്നത് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാ ചോദിച്ചാൽ 1721 ഏപ്രിൽ 15. മോസ്റ്റ്ലി റിപ്പീറ്റഡ്, ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ അത് ഗീഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാന്ന് PSC ചോദിക്കാറുണ്ട്. 1723 വേണാട് ഉടമ്പടി
ഒപ്പുവെച്ചത്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1721. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മ. നടന്ന വർഷം 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ മക്കളെ ഗീഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാന്ന് ചോദിച്ചാൽ അതാണ് വേണാട് ഉടമ്പടി 1723. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. പഴശ്ശി വിപ്ലവം. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം കഴിഞ്ഞൊരു ദിവസം കൂടി എക്സാമിന് ചോദിച്ചാണ്. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമമാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. അപ്പോൾ പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമമാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജവംശം ഏതാന്ന് ചോദിച്ചാൽ കോട്ടയം രാജവംശത്തിൽപ്പെട്ട ആളാണ് പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ യുദ്ധ കാലഘട്ടം 1793 മുതൽ 1805 വരെയുള്ള സമയമാണ് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1793 മുതൽ 1805 വരെയാണ് എന്ത് പഴശ്ശി യുദ്ധത്തിന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. പഴശ്ശിരാജ അറിയപ്പെട്ടിരുന്ന പേരാണ് പൈച്ചി രാജ, അതേപോലെ തന്നെ കൊട്ടിയോട്ട് രാജ. കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഈ പറയുന്നത്. പൈച്ചി രാജ അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ പഴശ്ശിരാജയുടെ മറ്റു പേരുകളാണ് എന്തൊക്കെ? പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന എന്നാ ചോദിച്ചാൽ 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. ചോദിക്കാം, കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായിരുന്നു ചോദിച്ചാൽ തോമസ് ഹാർവേ ബാബർ. റിപ്പീറ്റ് ആണ്, ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ഹാർവേ ബാബർ ആണ്. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ. പഴശ്ശിരാജയെ പിടികൂടാൻ അർദർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമായിരുന്നു കോൽക്കർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കോൽക്കർ എന്നറിയപ്പെടുന്ന സൈനിക സംഘം ആരെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് അർദർ വെല്ലസ്ലി രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഴശ്ശിരാജയെ പിടികൂടാൻ വേണ്ടി അർദർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമായിരുന്നു കോൽക്കർ എന്ന പേരിൽ അറിയപ്പെട്ടത്. കോൽക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർദാർ KM പണിക്കറാണ്. ഇതും ചോദിച്ചേക്കണ ചോദ്യമാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ KM പണിക്കരാണ്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പനമരം, വയനാടാണ്. ചോദിക്കാറുള്ള ചോദ്യമാണ്. തലക്കൽ ചന്തു സ്മാരകം പനമരം, വയനാട്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് സർദാർ KM പണിക്കർ. അപ്പോൾ സർദാർ KM പണിക്കർ ആണ് ഈ പറയുന്ന കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത്. പഴശ്ശി വിപ്ലവങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 5-6 പേജസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അത്രയൊന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമമാണ് മക്കളെ കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജവംശമാണ് കോട്ടയം രാജവംശം. പഴശ്ശി യുദ്ധ കാലഘട്ടം 1793 മുതൽ 1805 വരെ. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരാണ് പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്ന പേരിൽ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന എന്നാന്ന് ചോദിച്ചാൽ 1793 മുതൽ 1797 വരെ. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവമാണെങ്കിൽ 1800 മുതൽ 1805 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു തലക്കൽ ചന്തു എന്ന്. രണ്ടാം പഴശ്ശി വിപ്ലവം തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്നത്. പഴശ്ശിരാജയെ പിടികൂടാൻ അർദർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സേനയാണ് എന്തെന്ന് പറയുന്ന കോൽക്കർ എന്നറിയപ്പെടുന്നത്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. തലക്കൽ ചന്തു സ്മാരകം പനമരം, വയനാടാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് സർദാർ KM പണിക്കരാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇത്രയും പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇതിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട് നമ്മൾ ടെലഗ്രാമിൽ ഇടും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ബുക്കിലേക്ക് എഴുതി വയ്ക്കാൻ കൂടി ശ്രമിക്കുക. കൺഫ്യൂസിങ് ഫാക്റ്റ് എന്നും ചോദിക്കാറുണ്ട്. അതിങ്ങനെയൊക്കെയാണ്.
പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് സ്മാനന്തവാടി എന്ന് നിങ്ങൾ ഓർത്താൽ മതി. നോക്കി, പഴശ്ശി സ്മാരകം സ്മാനന്തവാടി. അപ്പൊ എന്താണ്? സ്മാരകം, സായും അതേപോലെ തന്നെ മായും, സ്മാനന്തവാടി. ഓക്കെ. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഈസ്റ്റ് ഹില്ലാണ്. ഓക്കെ. അപ്പോൾ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹില്ല്. അതേപോലെ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? വളപട്ടണം പുഴ, കണ്ണൂരാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴ, കണ്ണൂരാണ്. ഇനി പഴശ്ശി ഗുഹ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറമാണ്. പഴശ്ശി ഗുഹ മലപ്പുറം. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി, വയനാടാണ്. എപ്പോഴും ചോദിക്കണതാണ്. അപ്പോൾ പഴശ്ശി സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ പഴശ്ശി സ്മാരകം എവിടെയാ? സ്മാരകം മാനന്തവാടി. പഴശ്ശി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ഈസ്റ്റ് ഹില്ലാണ്, കോഴിക്കോട്. പഴശ്ശി ഡാം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? വളപട്ടണം പുഴ, കണ്ണൂരാണ്. വളപട്ടണം പുഴ, കണ്ണൂരാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഗുഹ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ? പഴശ്ശി ഗുഹ മലപ്പുറത്താണ്. പഴശ്ശി കോളേജ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുൽപ്പള്ളി, വയനാടാണ് പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ. ഇനി നമുക്ക് കുണ്ടറ വിളംബരം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ PSC എക്സാമുകളിൽ ഡേറ്റ് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ കുണ്ടറ വിളംബരം. നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. കുണ്ടറ വിളംബരം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ വിളംബരമായിരുന്നു എന്തെന്ന് പറയുന്നത്? കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അപ്പോൾ കുണ്ടറ വിളംബരം നടത്തിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടക്കുന്നത്. കുണ്ടറ വിളംബരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യുന്നതിന് വേണ്ടി. ആരാണ് കുണ്ടറ വിളംബരം നടത്തിയത്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. അപ്പോ കുണ്ടറയിലെ ഏത് സ്ഥലത്തായിരുന്നു ഈ വിളംബരം നടത്തിയതെന്ന് ചോദിച്ചാൽ കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച്. അപ്പോൾ കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് 1809 ജനുവരി 11 ആര് നടത്തിയത്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തതാണ് കുറിച്യർ ലഹള. നടന്ന വർഷം 1812 കുറിച്യർ ലഹള. കുറിച്യർ കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്യർ ലഹളയുടെ പ്രധാന കാരണം. PSC എപ്പോഴും ചോദിച്ചത് എന്താണ്? കുറിച്യർ ലഹള നടന്ന വർഷം എന്നാണ് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണേ. അത് 1812 കുറിച്യർ ലഹള നടക്കുന്നത്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് വാർഡൻ, തോമസ് വാർഡൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് എന്തിനു വേണ്ടിയിട്ട്? കുറിച്യർ കലാപത്തിന്റെ കാരണം, അതായത് ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും അതേപോലെ തന്നെ കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. ആ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. തോമസ് വാർഡൻ. കുറിച്യർ ലഹളയുടെ നേതാവ് ഒത്തിരി തവണ PSC ചോദിച്ചങ്ങനെയാണ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ്, രാമനമ്പി. അപ്പോൾ കുറിച്യർ ലഹളയുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ രാമനമ്പിയാണ്. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം എന്താന്ന് ചോദിച്ചാൽ ഇതും ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പോൾ വട്ടത്തൊപ്പിക്കാരെന്ന് പറയുന്ന ആരാ? ബ്രിട്ടീഷുകാർ. പണ്ട് നമുക്കറിയാം, അതായത് ഒരു റൗണ്ട് ഉണ്ടാവും, അതിന്റെ മുകളിൽ എന്താണ് വീണ്ടും ഒരു റൗണ്ടിൽ വരും. അപ്പൊ അങ്ങനത്തെ ഉള്ള തൊപ്പി വട്ടത്തൊപ്പിയാണ്. അപ്പൊ ആ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാ? കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ടതാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. എന്നാ കുറിച്യർ ലഹള നടന്നത്? 1812 ആരായിരുന്നു ഈ കുറിച്യർക്കും അതേപോലെ തന്നെ കുറുമ്പർക്കും വേണ്ടിയിട്ട് ഇത്രയധികം നികുതി ഏർപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ തോമസ് വാർഡൻ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് 1916 മുതൽ 1920 വരെ. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം നടന്ന സ്ഥലമാണ് പാലക്കാട്. ഒത്തിരി തവണ ചോദിച്ചേക്കണേ കേട്ടോ. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം പാലക്കാട്. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷ, മോസ്റ്റ്ലി റിപ്പീറ്റഡ്, ആരാണ്? ആനി ബസന്റ്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷ ആരാന്ന് ചോദിച്ചാൽ ആനി ബസന്റ്. 1917 രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. രണ്ടാം മലബാർ
ജില്ലാ കോൺഗ്രസ് കോഴിക്കോട്. രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷത വഹിച്ച ആരാന്ന് ചോദിച്ചാൽ CP രാമസ്വാമി അയ്യരാണ്. ഇനി 1918 മൂന്നാം മലബാർ കോൺഗ്രസ് അധ്യക്ഷത വഹിച്ച ആരാന്ന് ചോദിച്ചാൽ അസീം അലി ഖാൻ ആണ്. അത് തലശ്ശേരിയിൽ വെച്ചാണ് നടക്കുന്നത്. അസീം അലി ഖാൻ 1918 മലബാർ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചത് അസീം അലി ഖാൻ ആണ്. അസീം അലി ഖാൻ. ഇനി 1919 നാലാം മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KP രാമൻ മേനോനാണ്. അത് വടകരയാണ്. ഓക്കെ. ഇനി മലബാർ കലാപം 1921 മലബാർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. മലബാർ കലാപം ആരംഭിച്ചത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1921 എന്ത് മലബാർ കലാപം ആരംഭിച്ചത് 1921. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരൂരങ്ങാടിയാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരൂരങ്ങാടിയാണ്. ഓക്കെ, അപ്പോൾ മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം അത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തിരൂരങ്ങാടിയാണ്. മലബാർ കലാപത്തിന്റെ നേതാക്കൾ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസലിയാർ. ഓക്കെ, അപ്പോൾ മലബാർ കലാപം എപ്പോഴും PSC ചോദിക്കണ ഇതാണ്, മലബാർ കലാപം നടന്ന വർഷം എന്നാന്നുള്ളത്. അത് 1921 മലബാർ കലാപം നടക്കുന്നത്. 1921 ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്, ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏത് കലാപമാണ് നടന്നതെന്ന് ചോദിച്ചാൽ മലബാർ കലാപമാണ്. ആരംഭിച്ചത് 1921. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഒത്തിരി തവണ ചോദിച്ചതാണ് തിരൂരങ്ങാടി. തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. മലബാർ കലാപത്തിന്റെ നേതാക്കൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരാണ് മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. അടുത്തത് വാഗൺ ട്രാജഡി. 1921 വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. വാഗൺ ട്രാജഡി നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടക്കുന്നത്. അപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 1921 നവംബർ 10 വാഗൺ ട്രാജഡി. ഇമ്പോർട്ടന്റ് ആണോ ഈ ഡേറ്റ് എല്ലാം? മലബാർ കലാപം 1921, വാഗൺ ട്രാജഡി 1921, മലബാർ ജില്ലാ കോൺഗ്രസ് 1916 മുതൽ 1920 വരെ. ഓർത്തു വച്ചോ, ഉറപ്പാണ് ഈ വർഷങ്ങൾ ചോദിക്കുന്നതായിരിക്കും. മലബാർ കലാപകാരികളെ ഗുഡ് വാഗണിൽ നിറച്ച് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകും. വഴി 90 പേരിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാഗൺ ട്രാജഡി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? മലബാർ കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗണിൽ നിറയ്ക്കുകയാണ്. ആ ഗുഡ്സ് വാഗണിൽ നിറച്ച ശേഷം കോയമ്പത്തൂരിലേക്ക് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ശ്വാസം കിട്ടാതെ അവരെന്ത് ചെയ്യാണ്? മരിക്കുകയാണ്. അങ്ങനെ 90 പേര് ഇത് ഈ വാഗണിലുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 67 പേരും മരണപ്പെടുകയാണ്. അങ്ങനെ ആ മരിച്ച സംഭവത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാഗൺ ട്രാജഡി എന്ന് വിളിക്കുന്നത്. വാഗൺ ട്രാജഡി SCERT പുസ്തക പ്രകാരം പറയുന്നത് 72 പേരാണ് മരിച്ചതെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷനിൽ 67 ഉണ്ടെങ്കിൽ 67, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 72. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ 72 പേരെന്ന് പറഞ്ഞാൽ 72 പേരാണ് SCERT പ്രകാരം. അപ്പോൾ മിക്കവാറും അങ്ങനെ തന്നെയാണ് ചോദിക്കത്തുള്ളൂ. അപ്പോൾ SCERT പാഠപുസ്തക പ്രകാരം എന്താണ് 7ാം ക്ലാസ്സിൽ പറയുന്നത്? 72 പേരാണ് വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് മരിച്ചതെന്നാണ്. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഇനി 72 കണ്ടില്ലെങ്കിൽ മാത്രമേ എന്തിലേക്ക് പോവുക? 67ലേക്ക് പോവുക. ഓക്കെ, കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാന്ന് ചോദിച്ചാൽ TH ഹോക്കാണ്. ഓക്കെ, അപ്പോൾ കലാപകാരികളെ ഈ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാന്ന് ചോദിച്ചാൽ അതാണ് TH ഹോക്ക്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷൻ. ഇത് ചോദിച്ചേക്കണേ കേട്ടോ. അപ്പോൾ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ ഏതാന്ന് ചോദിച്ചാൽ അത് പോത്തന്നൂർ സ്റ്റേഷനാണ്. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് AR നേപ്പ് കമ്മീഷൻ. ഇതും ചോദിച്ചേക്കുന്നതാണ്. AR നേപ്പ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൺ ട്രാജഡി 1921 ബന്ധപ്പെട്ടതാണ്. എന്തെന്ന് പറയുന്നത്? നമ്മുടെ നേപ്പ് കമ്മീഷൻ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന
വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് സുമിത് സർക്കാരാണ്. ഇതും ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. അതായത് എന്താണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ സുമിത് സർക്കാരാണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? തിരൂരാണ് വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാന്ന് ചോദിച്ചാൽ അതാണ് ഹിച്ച് ഹോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാന്ന് ചോദിച്ചാൽ അത് ഹിച്ച് ഹോക്കാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി 1921 നവംബർ 10 എന്തായിരുന്നു? മലബാർ കലാപകാരികളെ ഗുഡ് വാഗണിൽ എന്ത് ചെയ്തു? നിറച്ച് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് 72ഓളം പേർ ശ്വാസം കിട്ടാതെ മരിച്ച ആ സംഭവത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാഗൺ ട്രാജഡി എന്ന് വിളിക്കുന്നത്. വാഗൺ ട്രാജഡിക്ക് വേണ്ടി കൊണ്ടുപോകാനായിട്ട് അവരെ ഈ ഗുഡ്സ് വാഗണിലേക്ക് കൊണ്ടുപോയി വിട്ടതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TH കോക്കാണ്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷൻ. അന്വേഷിച്ച കമ്മീഷൻ നെയ്പ്പ് കമ്മീഷനാണ്. സ്മാരകം തിരൂരാണ്. ഈ വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായെന്ന് കരുതുന്നു. കേരള ഉപ്പു സത്യാഗ്രഹം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എത്ര തവണ PSC ചോദിച്ചേണ്ടത് മക്കളെ അറിയത്തില്ല. അത്രത്തോളം തവണ ചോദിച്ചേക്കണേ സ്റ്റോക്ക് GK ആണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നുള്ളത്. ആരാണ്? K കേളപ്പനാണ്. മറ്റു പ്രധാന നേതാക്കളാണ് P കൃഷ്ണപിള്ള, K കുഞ്ഞപ്പ നമ്പ്യാർ, P കേശവൻ നമ്പ്യാർ, PC കുഞ്ഞിരാമൻ നമ്പ്യാർ. അപ്പൊ ഇവരൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതായത് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഉളിയത്ത് കടവ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. രണ്ടാം ബർദോളി പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ പയ്യന്നൂര്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവായിരുന്നു K കേളപ്പൻ. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് K കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മുയ്യാരത്ത് ശങ്കരനാണ് കേട്ടോ. മുയ്യാരത്ത് ശങ്കരനാണ്. അപ്പോൾ എന്താണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മുയ്യാരത്ത് ശങ്കരൻ. എപ്പോഴും കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പഠിച്ചിരുന്നു. ഉഗുനി എന്ന് പറയുന്ന ഒരു കോഡ്. ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം 30, 31, 32 എന്ന്. അപ്പൊ ആ ഒരു കോഡൊക്കെ നമ്മൾ എപ്പോഴും എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കത്തും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കോഡ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. നാളെ ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് കോഡ്സ്. ഓക്കെ, ഇനി അടുത്തത് മൊറാഴ സമരം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ഉളിയത്ത് കടവിലാണ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മാരകം. മൊറാഴ സമരം 1940 മൊറാഴ സമരം നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദനമുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് മൊറാഴ സമരം. നടന്ന വർഷം 1940. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്നതും അങ്ങനെ തന്നെയാണ്. മൊറാഴ സമരം നടന്ന വർഷം എന്നാന്നുള്ളതാണ്. അത് 1940. അതേപോലെ തന്നെ മൊറാഴ സമരം നടന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് കണ്ണൂർ ജില്ലയിലാണ് മൊറാഴ സമരത്തിന് വേദിയായത്. കണ്ണൂർ ജില്ല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? നമ്മുടെ മൊറാഴ സമരമാണ്. കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ് മൊറാഴ സമരം. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയാണ് KPR ഗോപാലൻ. അപ്പോൾ KPR ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൊറാഴ സമരവുമായി ബന്ധപ്പെട്ടതാണ് KPR ഗോപാലൻ. KPR ഗോപാലൻ. വളരെ കുറച്ച് പോയിന്റാ പറഞ്ഞോളൂ. 1940 കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം. കണ്ണൂർ ജില്ലയിലാണ് മൊറാഴ സമരം നടക്കുന്നത്. ആരാണ് വധിക്കപ്പെട്ട നമ്മുടെ വിപ്ലവകാരി എന്ന് ചോദിച്ചാൽ KPR ഗോപാലൻ. അടുത്തത് കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് 28 കയ്യൂർ സമരം നടക്കുന്നത്. കയ്യൂർ സമരം നടന്ന ജില്ല മോസ്റ്റ്ലി റിപ്പീറ്റഡ് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ്. ഏത്?
നമ്മുടെ കയ്യൂർ സമരം നടക്കുന്നത്. നടന്നതെന്ന 1941 കയ്യൂർ സമരം നടക്കുന്നത്. എവിടെയാ കയ്യൂർ സമരം? കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ സമരം നടക്കുന്നത്. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് നമുക്കറിയാം 1939 പാറപ്പുറം പിണറായിലാണ്, കണ്ണൂര്. അപ്പോൾ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1939 പാറപ്പുറം പിണറായി, കണ്ണൂർ. കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സുബ്ബരായർ എന്ന് പറയുന്നത് ചോദിച്ചേക്കുന്നതാണ്. കയ്യൂർ സമരത്തെ തുടർന്ന് ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായർ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് EK നായനാർ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. നിങ്ങൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം കാണാൻ പറ്റും. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് നിരഞ്ജനയാണ്. അടുത്തത് കീഴരിയൂർ ബോംബ് കേസ് 1942. ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയേക്കണത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒത്തിരി കാര്യങ്ങൾ പഠിച്ച് വൈഡായിട്ടൊരു നോളജ് അല്ല നമുക്ക് വേണ്ടത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ. കൊച്ചിയിലും മലബാറിലും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942. മലബാർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. നടന്ന വർഷം 1942 നവംബർ 17 കീഴരിയൂർ ബോംബ് കേസ് 1942. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണേ കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷം എന്നാണുള്ളത്. കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം ഡോക്ടർ KB മേനോൻ. അപ്പോൾ ഓർത്തു വെച്ചോ, കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ KB മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. ചിലപ്പോൾ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അടിക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് വന്ദേ മാതരം. വന്ദേ മാതരം എന്ന് പറയുന്നതാണ് കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം വന്ദേ മാതരം. എപ്പോഴും ചോദിക്കുന്ന കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ജില്ലകൾ എല്ലാ ദിവസങ്ങളും ഓരോന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാനായിട്ട് പറയുന്നത്. അതിൻ്റെ അകത്ത് എപ്പോഴും പറയുന്നതാണ് ഇതൊക്കെ. മൊറാഴ സമരം നടന്ന ജില്ല നമുക്കറിയാം ഏതാണ്? കണ്ണൂരാണ് മൊറാഴ സമരം നടന്നത്. കരിവള്ളുവർ സമരം നടന്നതും എവിടെ തന്നെയാ? കണ്ണൂർ തന്നെയാണ്. അപ്പോൾ മൊറാഴ സമരം നടന്ന ജില്ല കണ്ണൂരാണ്, കരിവള്ളുവർ സമരം നടന്ന ജില്ല കണ്ണൂരാണ്. ഇനി കീഴരിയൂർ ബോംബ് കേസ് നടന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ്. പുന്നപ്ര വയലാർ സമരം ആലപ്പുഴ, കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വച്ചേക്കുക. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. മൊറാഴ കണ്ണൂര്, കരിവള്ളുവർ കണ്ണൂര്, കീഴരിയൂർ ബോംബ് കേസ് കോഴിക്കോട്, പുന്നപ്ര വയലാർ സമരം ആലപ്പുഴ, കയ്യൂർ സമരം കാസർഗോഡ്. നമുക്കിനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതിൻ്റെ ഒരു പാർട്ട്. ഇനി ഉദയംപേരൂർ സുന്നഹദോസ് മുതൽ ഇപ്പോഴത്തേക്ക്, അതായത് മാഹി വിമോചന സമരം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഉദയംപേരൂർ സുന്നഹദോസ് ഏറ്റവും കൂടുതൽ ഈ ഉദയംപേരൂർ സുന്നഹദോസിനെ കുറിച്ച് PSC ചോദിച്ചേക്കണത് ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം എന്നാണെന്ന് തന്നെയാണ്. അത് 1599 ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത്. അപ്പോൾ ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷമാണ് മക്കളെ 1599. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനം, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അകത്ത് അധ്യക്ഷത വഹിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലക്സി ഡി മെനസിസ് ആണ്. ചോദിച്ചേക്കുന്നതാണ് ഉദയംപേരൂർ സുന്നഹദോസിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അലക്സി ഡി മെനസിസ് ആണ്. പങ്കെടുത്തത് മൊത്തം 813 പേരാണ് ഉദയംപേരൂർ സുന്നഹദോസിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഇത്രയും പോയിന്റ്സ് മാത്രം ഓർത്താൽ മതി. നടന്ന വർഷം 1599. എന്തിനു വേണ്ടിയാ? കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരാക്കി തീർക്കുന്നതിന് വേണ്ടി ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ്. അതിൽ അധ്യക്ഷത വഹിച്ചത് അലക്സി ഡി മെനസിസ്. മൊത്തം പങ്കെടുത്ത ആളുകൾ 813. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. കൂനൻ കുരിശ് സത്യാഗ്രഹം ഏറ്റവും കൂടുതൽ ചോദിച്ച മറ്റൊരു ചോദ്യം ഇയറുമായി ബന്ധപ്പെട്ട് 1653 ജനുവരി 3,
അപ്പോൾ 1653 ജനുവരി 3. അതായത് സുന്നഹോദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും AD 1653 മട്ടാഞ്ചേരിയിലെ പ്രാചീന കുരിശിനു മുന്നിൽ സമ്മേളിക്കുകയും ലത്തീൻ ബിഷപ്പുമാരെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതായിരുന്നു എന്ത് കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്നത്. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണേ കൂനൻ കുരിശ് സത്യം നടന്ന വർഷം എന്നത് തന്നെയാണ് 1653 ജനുവരി 3. ചാന്നാർ ലഹള 1859. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമായിരുന്നു ചാന്നാർ ലഹള. മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അപ്പോൾ ചാന്നാർ ലഹള അതർവൈസ് നോണസ് എന്ത് മേൽമുണ്ട് കലാപം എന്ന പേരിലും അറിയപ്പെട്ടു. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിയ ദിവസമാണ് 1859 ജൂലൈ 26 ഉത്തരവ് നൽകിയത്. അത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാനായിട്ടുള്ള ആ ഒരു അവകാശം നൽകിയത് 1859 ജൂലൈ 26. അതേപോലെ തന്നെ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. ചാന്നാർ ലഹളയ്ക്ക് ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട ആത്മീയ നേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, ഇനി മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയൽ. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ഇതിന്റെ വർഷമാണ്. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1891. വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ആവശ്യത്തിൽ കൂടുതൽ എവിടെയുണ്ട്? നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ടും ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി പുറമേയുള്ളവരെ, പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മണരെ ഇറക്കുമതി ചെയ്യുന്ന സർക്കാർ നയങ്ങളോട് നാട്ടിലെ വിദ്യാസമ്പന്നർക്ക് എതിർപ്പുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ സർക്കാർ സർവീസിൽ മുൻഗണന നൽകിയതിൽ പ്രതിഷേധിച്ച് ലേഖനങ്ങൾ എഴുതി 1882 തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളായിരുന്നു ബാരിസ്റ്റർ GP പിള്ളയും അതേപോലെ തന്നെ NN രാമൻ പിള്ള, R രംഗറാവു എന്നറിയപ്പെടുന്ന ആളുകളൊക്കെ. അപ്പോൾ ശരിക്കും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് തിരുവിതാംകൂറില് വിദ്യാഭ്യാസം നേടിയ യുവജനങ്ങൾ ഉണ്ടായിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ അകത്തേക്ക്, അതായത് സർക്കാർ സർവീസിലേക്ക് തമിഴ് ബ്രാഹ്മണരെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് നടന്ന ഒരു സമരമാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. നടന്ന വർഷമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള 1891. അടുത്തത് ചാന്നാർ ലഹള. നടന്ന വർഷം 1859 ചാന്നാർ ലഹള. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ്. മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരാണ് ചാന്നാർ ലഹള എന്നറിയപ്പെടുന്നത്. 1859 ചാന്നാർ ലഹള നടന്നത്. അപ്പോൾ അത് ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പോൾ ചാന്നാർ ലഹള നടന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1859. മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരാണ് ചാന്നാർ ലഹള. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിയ ദിവസമാണ് 1859 ജൂലൈ 26. ഇനി ചാന്നാർ ലഹള പ്രചോദനമായ ആത്മീയ നേതാവ് വൈകുണ്ഠസ്വാമികൾ. ഇനി മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്? ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആരുടെ മുന്നിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാളിന് മുമ്പിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം എന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് 1891 ജനുവരി 1. മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടത് എത്ര പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1028 പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടത്. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇത്. മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടത് 1028 പേരാണ് മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടത്. മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ചത്, അതും PSC ചോദിച്ചേക്കണെയാണ്, KP ശങ്കര മേനോനാണ് മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ചത്. KP ശങ്കര മേനോൻ. മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപു ആണ്. അപ്പോൾ മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഡോക്ടർ പൽപു ആണ്. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയാണ്. അപ്പോൾ ആരാണ് എഴുതി തയ്യാറാക്കിയത്? CV രാമൻ പിള്ള.
അപ്പോൾ മലയാളി മെമ്മോറിയൽ നടന്ന വർഷം എന്ന 1891 മലയാളി മെമ്മോറിയൽ നടക്കുന്നത്. അതായത് വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ആവശ്യത്തിന് ഉണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗങ്ങൾക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മണരെ ഇറക്കുമതി ചെയ്യുന്ന സർക്കാർ നയങ്ങളോട് നാട്ടിലെ വിദ്യാസമ്പന്നർക്കുണ്ടായ എതിർപ്പാണ് എന്തിലേക്ക് വച്ചത്, മലയാളി മെമ്മോറിയലിലേക്ക് കൊണ്ടുപോയത്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം 1891 ജനുവരി 1. മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടത് 10,028 പേര്. മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ KP ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ള. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് ഈഴവ മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. അപ്പൊ നോക്കിയ മക്കളെ, അതായത് മലയാളി മെമ്മോറിയലും അതേപോലെ തന്നെ എന്താണ് ഈഴവ മെമ്മോറിയലും സമർപ്പിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ 2 മാർക്കാ സമർപ്പിച്ചത്. ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയലും അതേപോലെ തന്നെ ഈഴവ മെമ്മോറിയലും സമർപ്പിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാള്. മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. അതായത് മലയാളി മെമ്മോറിയലിന് മൂന്നാമതായിട്ട് ഒപ്പുവെച്ച വ്യക്തി ഇവിടെ എന്ത് ചെയ്തു, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകി. സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ 3 സമർപ്പിച്ചത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കര സുബ്ബയ്യ. ചോദിച്ചെങ്ങനെയാണ്, ശങ്കര സുബ്ബയ്യ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനാണ് ശങ്കര സുബ്ബയ്യ. ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 13,176. മറ്റേതാണെങ്കിലോ 10,028. ഇത് 13,176. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സനാണ്. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ എന്താണ്, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകി, അതേപോലെ തന്നെ രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ്, ഡോക്ടർ പൽപ്പു തന്നെയാണ്. മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3. ഓക്കെ. പെരിനാട് ലഹള 1915. പുലയർ ഉൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത്. ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമായിരുന്നു എന്തെന്ന് പറയുന്നത്, നമ്മുടെ പെരിനാട് ലഹള എന്ന് പറയുന്നത്. അതായത് സവർണ ജാതിയിലെ ആളുകളെ പോലെ തന്നെ അണിയുന്നത് പോലെ തന്നെ ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് നേടിയെടുക്കുകയും ചെയ്തു. ഇതായിരുന്നു പെരിനാട് ലഹള. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പുലയർ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കാതിലും കഴുത്തിലും ഒക്കെ ജാതിയുടെ അടയാളമായിട്ട് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളായിരുന്നു അണിഞ്ഞിരുന്നത്. അപ്പോൾ അതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്നത് പോലെ തന്നെയുള്ള ആഭരണങ്ങൾ അവർക്കും അണിയാനായിട്ട് കൊടുക്കുകയും ചെയ്ത ആ സമരമായിരുന്നു പെരിനാട് ലഹള 1915. ഇതിനെ കല്ലുമാല സമരം എന്ന പേരിലും അറിയപ്പെടും. ഇത് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്താണ് നടന്നത്. അടുത്തത് വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 1924 ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. ചോദിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് പെടാത്തത് ആരാണ് അല്ലെങ്കിൽ പെട്ടത് ആരാണ് എന്നൊക്കെയാണ് PSC ഇപ്പോൾ ചോദിക്കണേ. അപ്പോൾ ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹവുമായി ആരംഭിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് കുഞ്ഞാപ്പി, ബാഹുലേയൻ, അതേപോലെ തന്നെ ഗോവിന്ദപ്പണിക്കർ. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന ആളാരാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. EV രാമസ്വാമി നായ്ക്കരെ നമുക്ക് എന്തെന്ന് വിളിക്കാം, വൈക്കം ഹീറോ എന്ന് വിളിക്കാം. EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പഞ്ചാബിൽ നിന്നും എത്തിയ ആളുകളായിരുന്നു അകാലികൾ എന്ന് പറയുന്നത്. PSC അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തോട് ഐക്യദാർഢ്യം പഠിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നും വന്ന ആളുകൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് എന്ന് ചോദിച്ചാൽ അത് അകാലികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അവരുടെ നേതാവായിരുന്നു ലാലാലാൽ സിംഗ്. അപ്പോൾ ലാലാലാൽ സിംഗ് ആരുടെ നേതാവാ, അകാലികളുടെ നേതാക്കളായിരുന്നു.
ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലയളവ്, എത്ര ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് എന്ന് ചോദിച്ചാൽ 603 ദിവസമാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. അതായത് താഴെ പറയുന്ന പ്രസ്താവനയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെ, അല്ലെങ്കിൽ ബന്ധമില്ലാത്ത പ്രസ്താവന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചെങ്കിൽ മാത്രമാണ് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളിൽ നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. അപ്പൊ എപ്പോഴും ചോദിക്കുന്നതാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലയളവ് 603 ദിവസം. അതേപോലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പഞ്ചാബിൽ നിന്നും എത്തിയ ആളുകൾ അറിയപ്പെട്ടിരുന്നതാണ് അകാലികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ സ്വന്തം ഗാന്ധിജിയാണ്. അപ്പോ വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. അടുത്തതാണ് ശുചീന്ദ്രം സത്യാഗ്രഹം, നടന്നത് 1926. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. വർഷം മാത്രം ഓർത്തിരുന്നാൽ മതി, കാരണം ബാക്കി ഒന്നും ചോദിക്കാറില്ല. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹത്തെയാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. നടന്ന വർഷം 1926. അത്ര ഓർത്താൽ മതി. ഇനി ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഡോക്ടർ എം.ഇ. നായിഡു ആണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്, ഡോക്ടർ എം.ഇ. നായിഡു. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം 1931. എപ്പോഴും BSc ചോദിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചു മുമ്പ് കഴിഞ്ഞൊരു ദിവസം പഠിച്ചിരുന്നു ഉഗുനി എന്ന് പറയുന്ന ഒരു കോഡ്. ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. ഉഗുനി 30, 31, 32. അപ്പൊ ആ കോഡിൽപ്പെട്ടതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിനും ഐക്യത്തിനും എതിരായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. നടന്ന വർഷം നോക്കിക്കഴിഞ്ഞാൽ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. പ്രധാന നേതാവ് കെ കേളപ്പനാണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ ആണെങ്കിൽ AK ഗോപാലൻ. രണ്ടും PSC ഒത്തിരി തവണ ചോദിച്ചേക്കണയാണ് കേട്ടോ. അതായത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് AK ഗോപാലൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ. ഒത്തിരി തവണ ഒരിടയ്ക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണർ ആരാന്ന് ചോദിച്ചാൽ P കൃഷ്ണപിള്ളയാണ് അബ്രാഹ്മണൻ. P കൃഷ്ണപിള്ള ഒരിടയ്ക്ക് ഒത്തിരി തവണ ചോദിച്ചു. ഇപ്പൊ എല്ലാവർക്കും തന്നെ എന്താണ് ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒന്നായിരുന്നു ഈ പറയുന്ന ചോദ്യം. യാചനായാത്ര 1931. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണം അങ്ങനെ തന്നെയാണ്. അതായത് യാചനായാത്ര നടന്ന വർഷം എന്നാ ചോദിച്ചാൽ 1931. ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനായുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ യാത്രയാണ് യാചനയാത്ര എന്ന് പറയുന്നത്. ഇത് ചോദിച്ചേക്കണത് ഒന്ന് യാചനായാത്ര നടന്ന വർഷം 1931. യാചനായാത്ര നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ നടത്തിയ യാത്രയാണ്. ഏകദേശം 7 ദിവസത്തോളമാണ് ഈ യാത്ര നിന്നിരുന്നത്. അത് നടത്തിയത് അല്ലെങ്കിൽ നേതൃത്വം വഹിച്ച ആരാന്ന് ചോദിച്ചാൽ VT ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനായുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു യാത്രയായിരുന്നു യാചനായാത്ര. യാചനായാത്ര നടത്തിയത് VT ഭട്ടതിരിപ്പാട്. എവിടെ മുതൽ എവിടെ വരെയാ? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ. എത്ര ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ദിവസമാണ് ഈ യാത്ര നീണ്ടു നിന്നത്. അടുത്തത് നിവർത്തന പ്രക്ഷോഭം 1932. വർഷങ്ങളിലെ PSC ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു വർഷമാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത് എന്നാണുള്ളത്. 1932. അത്രത്തോളം PSC എക്സാമുകളിൽ ചോദിച്ചേക്കുന്നതാണ് നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം. നിങ്ങൾ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര പ്രാവശ്യം ചോദിച്ചേക്കുന്നതാണുള്ളത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈഴവർക്കും അതേപോലെ തന്നെ എന്താണ് മുസ്ലിങ്ങൾക്കും അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ അനുപാതികമായി നിയമസഭ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നടന്ന വർഷം നോക്കിക്കഴിഞ്ഞാൽ 1932. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? സംയുക്ത രാഷ്ട്രീയ സമിതി. ഇമ്പോർട്ടന്റ് ആണ്. സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന. സംയുക്ത രാഷ്ട്രീയ സമിതി. ഒത്തിരി തവണ ചോദിച്ച ചോദ്യം. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ വ്യക്തിയുടെ പേരാണ്
IC ചാക്കോ. അപ്പോൾ IC ചാക്കോയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയത്, IC ചാക്കോ. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവൻ. അപ്പോൾ എന്താണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവൻ. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അങ്ങനെ 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായി. പിന്നീട് എന്ത് ചെയ്യാണ്, 1956 കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിലവില് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1936 പിന്നീട് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷനാണ് എന്തായിട്ട് മാറിയത്, നമ്മുടെ 1956 കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതാന്ന് ചോദിച്ചാൽ അതാണ് കേരള കേസരി എന്ന് പറയുന്നത്. അപ്പോൾ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പത്രം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അതാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രമാണ് കേരള കേസരി എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ കേരള കേസരി. വൈദ്യുതി പ്രക്ഷോഭം, ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്. വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണേ. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1936 വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത്. കൊച്ചിയിൽ ഉത്തരവാദിത്തത്തിനു വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത്. കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖൻ ചെട്ടി, RK ഷൺമുഖൻ ചെട്ടിയാണ് തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനായുള്ള അധികാരം ചന്ദ്രിക എന്ന് പറയുന്ന കമ്പനിക്ക് നൽകണമെന്ന് പറയുകയും വൈദ്യുതി സമരത്തിന്റെ പ്രധാന കാരണം അങ്ങനെ ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖൻ ചെട്ടി, അത് നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യുതി പ്രക്ഷോഭം നടന്നത് 1936 വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത് എന്തായിരുന്നു, കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖൻ ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അധികാരം ആർക്ക് കൊടുത്തു, സ്വകാര്യ കമ്പനിയായിട്ടുള്ള ചന്ദ്രിക കമ്പനിക്ക് കൊടുക്കുകയാണ്. അതാണ് ശരിക്കും എന്തിന്റെ കാരണം എന്ന് പറയുന്നത്, വൈദ്യുതി പ്രക്ഷോഭത്തിന്റെ കാരണം എന്ന് പറയുന്നത്. നടന്നത് 1936. നടന്ന ജില്ല ചോദിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ ഇതാണ്. വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല ഏതാണ്, തൃശ്ശൂര്. വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം എന്നാണ്, 1936. ആരായിരുന്നു വൈദ്യുതി പ്രക്ഷോഭത്തിന്റെ സമയത്ത് തൃശ്ശൂരിലെ വൈദ്യുതി ചന്ദ്രിക കമ്പനിക്ക് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RK ഷൺമുഖം ചെട്ടി. ഇത്രയും കാര്യമാണ് നമുക്ക് ഈ വൈദ്യുതി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. തിരുവിതാംകൂറിലെ സവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1936 നവംബർ 12. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട. ഈ ചോദ്യം ഇങ്ങനെ തന്നെയാണ് PSC ചോദിച്ചേക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. അതാരാണ്, ഗാന്ധിജി ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഉള്ളൂർ S പരമേശ്വരൻ നായർ. ഇതും PSC ചോദിച്ചേക്കണെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഉള്ളൂർ S പരമേശ്വരൻ നായർ. അപ്പോൾ അത്രയാണ് ക്ഷേത്രപ്രവേശന വിളംബരം. 1936 തിരുവിതാംകൂറിലെ സവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം. ഇനി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് പുറപ്പെടുവിച്ചത്. വിളംബരം നടന്നത് 36 നവംബർ 12. അതേപോലെ തന്നെ എന്താണ്, ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിളിച്ചു. ക്ഷേത്രപ്രവേശന വിളംബരം എന്താണ്, തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ എന്താണ്, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരൻ നായർ. അടുത്തത് പട്ടിണി ജാഥ. 1936 പട്ടിണി ജാഥ. മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നടന്ന ജാഥയാണ് പട്ടിണി ജാഥ. നയിച്ചത് AK ഗോപാലനാണ് പട്ടിണി ജാഥ നയിച്ചത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1936 പട്ടിണി ജാഥ നയിച്ചത്. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. പട്ടിണി ജാഥ നടന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ 1936. പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ
AK ഗോപാലൻ. അത്രയും പഠിച്ചാൽ മതി. പട്ടിണിജാഥ എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ മുതൽ മദ്രാസ് വരെ 1936 എന്നാണ് പട്ടിണിജാഥ 1936 നടക്കുന്നത്. ആരായിരുന്നു നമ്മുടെ ഇതിൻ്റെ അകത്ത് ജാഥ നയിച്ചത് AK ഗോപാലൻ. ജാഥയിൽ പങ്കെടുത്തത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32 പേരായിരുന്നു. അപ്പോൾ 32 പേരാണ് പട്ടിണി ജാഥയിൽ പങ്കെടുത്തത്. കല്ലറ പാങ്ങോട്ട് സമരം ഇയർ മാത്രം ഓർത്തിരുന്നാൽ മതി, ബാക്കി ഓൾറെഡി എന്താണ് നമ്മൾ പഠിച്ചേക്കുന്നതാണ്. 1938 വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കല്ലറ പാങ്ങോട്ട് സമരം സർ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും ജന്മിമാരുടെ അന്യായമായ ചന്തപിരിവിനുമെതിരെ നടന്ന സമരമാണ് കല്ലറ പാങ്ങോട്ട് സമരം. അത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. അതായത് കല്ലറ പാങ്ങോട്ട് സമരം നടന്ന വർഷമാണ് ചോദിക്കത്തുള്ളൂ, 1938. കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് 1938. കടയ്ക്കൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കടയ്ക്കലിലാണ് എന്ത് ചെയ്യുന്നത് കടയ്ക്കൽ പ്രക്ഷോഭം. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കടയ്ക്കൽ ഫ്രാങ്കോ, അതായത് ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കടയ്ക്കൽ ഫ്രാങ്കോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത്ര മാത്രം ഓർത്താൽ മതി. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അത് 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. 1938 മുതൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചി രാജ്യ പ്രജാമണ്ഡലവും നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ഈ ഒരു പോയിന്റാണ്, ഓർത്തു വെച്ചോ. അതായത് 1938 ചരിത്രപ്രസിദ്ധമായ രാജധാനി മാർച്ച് നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് അക്കമ്മ ചെറിയാനാണ്. രാജധാനി മാർച്ച് നടത്തിയത് അക്കമ്മ ചെറിയാൻ. അത് മാത്രം ഓർത്താൽ മതി. അപ്പൊ ഇതെല്ലാം സെയിം ഇയർ ഡേറ്റ് ആണ് വരുന്നത്. നോക്കി, കല്ലറ പാങ്ങോട്ട് 1938, കടയ്ക്കൽ പ്രക്ഷോഭം 1938, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം 1938. ഓക്കെ, അപ്പോ കല്ലറയും അതേപോലെ തന്നെ ഉത്തരവാദ പ്രക്ഷോഭവും എന്താണ് 1938 ആണ്. ഇനി 1938 ചരിത്രപ്രസിദ്ധമായ രാജധാനി മാർച്ച് നടത്തിയത് അക്കമ്മ ചെറിയാൻ. കരുവള്ളുവർ സമരം 1946, അതായത് പൂഴ്ത്തിവയ്പതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനമുന്നേറ്റമാണ് കരുവള്ളുവർ സമരം എന്ന് പറയുന്നത്. അപ്പോൾ കരുവള്ളുവർ സമരം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. കരുവള്ളുവർ സമരം നടന്ന വർഷം 1946. പൂഴ്ത്തിവയ്പിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനമുന്നേറ്റമാണ് കരുവള്ളുവർ സമരം. കരുവള്ളുവർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ മക്കളെ കണ്ണൂരാണ്, ചോദിച്ചിട്ടുണ്ട് കണ്ണൂര്. കരുവള്ളുവർ സമരനായിക ഇമ്പോർട്ടൻ്റ് ആണ്, ദേവയാനി, ചോദിച്ചിട്ടുണ്ട്. AV കുഞ്ഞമ്പു, AK കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ. കരുവള്ളുവർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കളാണ് AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ. ഇവരാണ് കരുവള്ളുവർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കൾ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പൂഴ്ത്തിവയ്പിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനമുന്നേറ്റമാണ് കരുവള്ളുവർ സമരം. നടന്ന ജില്ല കണ്ണൂരാണ്. നടന്ന വർഷം 1946. സമരനായികയാണ് ദേവയാനി. ബാക്കിയുള്ളവര് P കുഞ്ഞിരാമൻ. കരുവള്ളുവർ സമരത്തിന് നേതൃത്വം നൽകിയത് P കുഞ്ഞിരാമൻ, K കൃഷ്ണൻ, AV കുഞ്ഞമ്പു. പാലിയം സത്യാഗ്രഹം 1947. ഡേറ്റ് മാത്രം ഓർത്തു വയ്ക്കുക. പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കുന്നതിനു വേണ്ടി നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെട്ടത്. പ്രധാന നേതാവ് C കേശവനാണ്. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് ഏത്? പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച മലയാള പത്രം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന് ഏത്? പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് മലയാള മനോരമ. സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി. പാലിയം സത്യാഗ്രഹം നടന്നത് 1947. അടുത്തത് കൂത്താളി സമരം. കൂത്താളി സമരം നടന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 40-50. കൂത്താളി സമരത്തിന്റെ മുദ്രാവാക്യം ഇതാണ് ചോദിച്ചിട്ടുള്ളൂ: ചത്താലും ചെത്തും കൂത്താളി. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 10th ലെവലിന് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. അതേപോലെ തന്നെ എന്താണ് +2 ലെവലിന് ചോദിച്ച ചോദ്യമാണ്. കൂത്താളി സമരത്തിന്റെ, അതായത് ചത്താലും ചെത്ത് കൂത്താളി എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൂത്താളി സമരവുമായി ബന്ധപ്പെട്ടാണ് ചത്താലും ചെത്തും കൂത്താളി. കൂടംകുളം സമരം 1946. നടന്ന ജില്ല തൃശ്ശൂരിലെ ഇരങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ പ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ്
പ്രധാന നേതാവ് കാട്ടുപറമ്പനാണ് കേട്ടോ. കൂട്ടംകുളം സമരം 46-ന്റെ പ്രധാന നേതാവ് കാട്ടുപറമ്പൻ. അതേപോലെ തോൽ വിറക് സമരം നമുക്കറിയാം, നടന്ന ജില്ല കാസർഗോഡാണ്. സമരനായിക കാർത്യായനി അമ്മ. തോൽവിറക് സമരം 1946-ലാണ് തോൽവിറക് സമരം നടന്നത്. കാസർഗോഡിലാണ്. സമരനായിക കാർത്യായനി അമ്മ. ഇനി തളിക്ഷേത്ര സമരം. തളിക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവാണ് സി കൃഷ്ണൻ. ലക്ഷ്യം കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കുമായി തുറന്നു കൊടുക്കുക എന്നതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ എന്താന്ന് പറയുന്നത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ തളിക്ഷേത്ര സമരം നടന്ന വർഷം മാത്രം ഓർത്താൽ മതി. 1917-ലാണ് തളിക്ഷേത്ര സമരം. ആരായിരുന്നു അതിന്റെ പ്രധാന നേതാവ്? സി കൃഷ്ണനാണ് ഇതിന്റെ പ്രധാന നേതാവ്. മാഹി വിമോചന സമരം. മാഹിയെ ഫ്രഞ്ച് മോചിപ്പിക്കുന്നതിനായി നടന്ന സമരമാണ് മാഹി വിമോചന സമരം. മാഹിയെ ഫ്രഞ്ചുകാരിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി നടന്ന സമരമാണ് മാഹി വിമോചന സമരം. മാഹി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് മയ്യഴി മഹാജനസഭ. മയ്യഴി മഹാജനസഭ രൂപം കൊണ്ടത് 1938. മാഹി വിമോചന സമരത്തിന്റെ പ്രധാന നേതാവാണ് IK കുമാരൻ മാസ്റ്റർ. ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട് IK കുമാരൻ മാസ്റ്റർ. അപ്പൊ മാഹി സമരവുമായി ബന്ധപ്പെട്ട നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി, അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഈ ചോദ്യം ചോദിച്ചേക്കണേ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IK കുമാരൻ മാസ്റ്റർ. മയ്യഴിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട വർഷം എന്നാ ചോദിച്ചാൽ 1954 ജൂലൈ 16-നാണ് മയ്യഴി ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട വർഷം 1954 ജൂലൈ 16. അപ്പൊ അത്രയാണ് നമുക്ക് എന്ത് ഈ പറയുന്ന ഇന്നത്തെ 75 ഹോട്ട് ടോപ്പിക്സുകളിൽ പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മക്കളെ. അപ്പോൾ ഇത് മൊത്തമായിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം നേരെ ടെലഗ്രാമിൽ 9 മണിക്ക് ക്വിസ് ഉണ്ട്, അതിനും പങ്കെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ഉള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതായത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ് PSC എക്സാമുകളിൽ. കാരണം ഇതിൽ നിന്നും 1 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് നമുക്കിന്ന് പോകാം. വൺ ഹു ബിലീവ്സ് ഇംപ്ലിസിറ്റി ഇൻ ഫേറ്റ് ആണ് ഫാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വൺ ഹു ബിലീവ്സ് ഇംപ്ലിസിറ്റി ഇൻ ഫേറ്റ് ഫാറ്റലിസ്റ്റ്. വൺ ഹു ചാമ്പ്യൻസ് ദ കോസ് ഓഫ് വുമൺ ആണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. വൺ ഹു ഡിസീവ്സ് അതേഴ്സ് ആണ് ഫ്രോഡ് എന്ന് പറയുന്നത്. വൺ ഹു റൺസ് എവേ ഫ്രം ദ ജസ്റ്റിസ് ഓർ ലോ ഫുജിറ്റീവ് എന്ന് പറയും. വൺസ് ഹു സ്റ്റഡി അബൌട്ട് എർത്ത് ആണ് ജിയോളജിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൺ ഹു സ്റ്റഡീസ് അബൌട്ട് ഓൾഡ് ഏജ് ആണ് ജെറോണ്ടലിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൺ ഹു ബിലീവ്സ് ദാറ്റ് പ്ലഷർ ഈസ് ദ ഹയസ്റ്റ് ടൂൾ, അതാണ് ഹെഡോണിസ്റ്റ്. വൺ ഹു ഈറ്റ് വെജിറ്റബിൾ ആണ് ഹെർബിവോറസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ എന്ന പേരിൽ അറിയപ്പെടും. വൺ ഹു ഈസ് സിമ്പത്തറ്റിക് ടു മാൻകൈൻഡ് ആണ് ഹ്യൂമാനിറ്റേറിയൻ. അതായത് വൺ ഹു ഈസ് സിമ്പത്തറ്റിക് ടു മാൻകൈൻഡ് അതാണ് ഹ്യൂമാനിറ്റേറിയൻ. അതായത് എന്താ പറയുന്നത്, അതായത് മനുഷ്യനോട് ഏറ്റവും കൂടുതൽ എന്താണ് മനുഷ്യ സ്നേഹമുള്ള ആള്, അവനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹി എന്നൊക്കെ പറയില്ലേ, അത് അവനെയാണ്. അതായത് മനുഷ്യനോട് അനുകമ്പയുള്ള ആ ഒരു വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? ഹ്യൂമാനിറ്റേറിയൻ. അത് മനുഷ്യത്വമുള്ള ആളെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ്. വൺ ഹു ഈറ്റ് വെജിറ്റബിൾ, അതായത് എന്താണ് വെജിറ്റബിൾ തിന്നുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹെർബിവറസ്. അതായത് വെജിറ്റബിൾ മാത്രമാണ് അവർ, പച്ചക്കറികൾ മാത്രം തിന്നുന്ന ആളുകൾ, അവരെ നമ്മൾ ഹെർബിവറസ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ വെജിറ്റേറിയൻ എന്ന് വിളിക്കാം. വൺ ഹു ബിലീവ്സ് ദാറ്റ് പ്ലഷർ ഈസ് ദ ഹയസ്റ്റ് ടൂൾ, അതായത് സന്തോഷമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനു വേണ്ടി നടക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹെഡോണിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതേപോലെ വൺ ഹു എബൌട്ട് ഓൾഡ് ഏജ്, അതായത് എന്താണ് വാർദ്ധക്യമുള്ള ആളുകളെ എന്താണ് കുറിച്ച് പഠിക്കുന്ന ആളുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ജെറോണ്ടലിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൺ ഹു സ്റ്റഡി അബൌട്ട് എർത്ത്, അതായത് ഭൂമിയെക്കുറിച്ച് അതേപോലെ തന്നെ ഭൂമിയുടെ പ്രത്യേകതകൾ അങ്ങനെയുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജിയോളജിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൺ ഹു റൺസ് അവേ ഫ്രം ദ ജസ്റ്റിസ് ഓർ ലോ, അതായത് നിയമത്തിൽ നിന്നും ഒളിച്ചോടുന്ന ആളുകളുണ്ട്, അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫുജിറ്റീവ് എന്ന് വിളിക്കുന്നത്. വൺ ഹു ഡിസീവ്സ് അതേഴ്സ് എന്ന്, അതായത് എന്താണ് അതായത് ഏറ്റവും കൂടുതൽ എന്താണ് ഫ്രോഡ് പരിപാടികൾ, അതായത് കൊള്ളില്ലാത്ത ആളുകൾ, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതായത് എന്ത് കാണിക്കുന്നു? ഫ്രോഡ് പരിപാടികൾ കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കള്ളത്തരം കാണിക്കുന്നവരെ, അവരെ നമുക്ക് ഫ്രോഡ് എന്ന് വിളിക്കാം. ഇനി വൺ ഹു ചാമ്പ്യൻസ് ദ കോസ് ഓഫ് വുമൺ, അതായത് ഈ പറയുന്ന
സ്ത്രീകളുടെ ഉന്നമനം അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, സ്ത്രീ സംഘടനയിൽപ്പെട്ട ആളുകൾ ഒക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും എന്തെന്ന് വിളിക്കുന്നത്, ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത വൺ ഹു ബിലീവ്സ് ഇംപ്ലിസിറ്റി ഇൻ ഫേറ്റ്, അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫാറ്റലിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മാസ്കുലിനും ഫെമിനുമാണ്. ഇതെപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഒരു മാർക്കിലെങ്കിലും എന്താണ് ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഡ്രോൺ എന്നറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൺ തേനീച്ചയെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഡ്രോൺ എന്ന് വിളിക്കാം. പെൺ തേനീച്ചയാണ് ബി എന്ന് പറയുന്നത്. അത് ഡൂക്കാണ്, അതായത് ഇപ്പോൾ കിരീടാവകാശി അല്ലെങ്കിൽ രാജാവ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഡൂക്ക്. മറ്റത് ഡച്ചസ് എന്ന് പറയാം. ഇനി എംപറർ, എംപറർ നമുക്കറിയാം എന്താണ്, രാജാവ് അല്ലെങ്കിൽ എന്താണ് എംപറർ, അത് എംപറസ് എന്നാണ് അതിന്റെ ഫിമിൻ ജെൻഡർ. അടുത്ത് ഫോക്സ് എന്ന് പറയുമ്പോൾ ആൺകുറുക്കൻ, ഇത് പെൺകുറുക്കത്തെയാണ് എന്ന് വിളിക്കുന്നത്, വിക്സൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഗ്യാൻഡർ, അതേപോലെ തന്നെ ഗൂസ്. ഓക്കെ, ഇനി ജെന്റിൽമാൻ നമുക്കറിയാം, അതേപോലെ തന്നെ ലേഡി. ഇനി ഹെയറസ്, അതായത് ഈ അനന്തരാവകാശി ആയിട്ടുള്ള ആണുങ്ങളെ ഹെയർ എന്നും, അതേപോലെ തന്നെ പെണ്ണിനെയാണ് ഹെയറസ് എന്നും വിളിക്കുന്നത്. ഹീറോയിൻ നമുക്കറിയാം. ഹോഴ്സ് മേയർ, ആൺകുതിര പെൺകുതിര. ഹോസ്റ്റസ്, അതേപോലെ ജാക്കാസ് ജെന്യാസ്, കഴുത പെൺകഴുത. ലാസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രോൺ ബി, ഡക്ക് ഡൂക്ക് ഡച്ചസ്, എംപറർ എംപറസ്, ഫോക്സ് വിക്സൺ, ഗ്യാൻഡർ ഗ്യൂസ്, അതേപോലെ ജെന്റിൽമാൻ ലേഡി, ഹെയറസ്, ഹീറോയിൻ, ഹോഴ്സ് മേയർ, ഹോസ്റ്റസ്, ജാക്കാസ് ജെന്യാസ്, ലാസ്. ഇനി കഥാപാത്രങ്ങളും കൃതികളും. PSC എക്സാമുകളിൽ മലയാളത്തിൽ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം ഏതിലെയാ, 4 കെട്ടിലെയാണ് അപ്പുണ്ണി. നജീബ് നമുക്കറിയാം, ഇനിയിപ്പോൾ അത് ചോദിക്കാൻ സാധ്യത കുറവാണ്. നജീബ് ആടുജീവിതം, അതായത് ബെന്യാമിന്റെ സൃഷ്ടിയിൽ പിറന്ന് പൃഥ്വിരാജ് ഇന്ന് ഏറ്റവും കൂടുതൽ എന്താണ് പാൻ ഇന്ത്യൻ ലെവലിലേക്കൊക്കെ മാറിയ ഒരു മൂവിയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ചിത്രം സംവിധാനം ചെയ്തത് ബ്ലസ്സിയാണ്, എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. സുഭദ്ര മാർത്താണ്ഡവർമ്മ. പാത്തുമ്മയുടെ ആട്, നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും. ബഷീർ എന്ന് പറയുന്ന ഇതിഹാസ കഥാകാരനെ അത്രത്തോളം നമ്മളിലേക്ക് ഏറ്റിയ ഒരു കഥാപാത്രം തന്നെയാണ് പാത്തുമ്മയുടെ ആട്. ശ്രീധരൻ ഒരു ദേശത്തിന്റെ കഥ. വൈത്തിപ്പട്ടർ ശാരദ, ക്ലാസിപ്പേർ കയർ, ഹരിപഞ്ചാനനൻ ധർമ്മരാജ, ചന്ദ്രക്കാരൻ ധർമ്മരാജ, സൂര്യ നമ്പൂതിരിപ്പാട് നമുക്കറിയാം ഇന്ദുലേഖ, പഞ്ചുമേനോൻ ഇന്ദുലേഖ, മാധവൻ ഇന്ദുലേഖ. ഇത് എപ്പോഴും ചോദിക്കണ ചോദ്യമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്ത മലയാളമാണ്. അപ്പുണ്ണി 4 കെട്ട്, നജീബ് ആടുജീവിതം, സുഭദ്ര മാർത്താണ്ഡവർമ്മ, പാത്തുമ്മയുടെ ആട്, ശ്രീധരൻ ഒരു ദേശത്തിന്റെ കഥ, വൈത്തിപ്പട്ടർ ശാരദ, ക്ലാസിപ്പേർ കയർ, ഹരിപഞ്ചാനനൻ ധർമ്മരാജ, ചന്ദ്രക്കാരൻ ധർമ്മരാജ, സൂര്യ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖ, പഞ്ചുമേനോൻ ഇന്ദുലേഖ, മാധവൻ ഇന്ദുലേഖ. ആത്മകഥകൾ നമുക്ക് പഠിക്കാം. എൻ്റെ വഴിയമ്പലങ്ങൾ, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. അപ്പോൾ എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. കാടിനടുത്തായിരുന്നു ഒരു വഴിയമ്പലം ഉണ്ടായിരുന്നത് എന്ന് ഓർത്താൽ മതി. എൻ്റെ സഞ്ചാരപഥങ്ങൾ കളത്തിൽ വേലായുധൻ നായരുടെയാണ് എൻ്റെ സഞ്ചാരപഥങ്ങൾ. എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ, ഒത്തിരി തവണ ചോദിച്ചാണ് ചോദ്യം. എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള. അപ്പൊ ഓർമ്മയുടെ തീരങ്ങൾ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഈ എന്താണ് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു അരുവിയുടെ ഒക്കെ കരയിലിരുന്നല്ലേ ഓർമ്മയുടെ തീരങ്ങൾ തഴുകി എന്ന് ഓർത്താൽ മതി. ഓർമ്മയുടെ തീരങ്ങൾ തഴുകി, അപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള. ഓർമ്മയുടെ ഓളങ്ങളിൽ G ശങ്കരക്കുറുപ്പ്. അപ്പൊ എന്താണ്, ഓർമ്മയുടെ ഓളങ്ങൾ കുറിച്ചു വച്ചു എന്നോർത്താൽ മതി. അപ്പോ ഓർമ്മയുടെ തീരങ്ങൾ തഴുകി, ഓർമ്മയുടെ ഓളങ്ങൾ കുറിച്ചു വച്ചു G ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ സരോവര തീരങ്ങളിൽ സരോജ വർഗീസ്. ഓർമ്മക്കുറിപ്പുകൾ അജിത. ഓർമ്മയുടെ അറകൾ ആരുടെയാന്ന് ചോദിച്ചാൽ അത് ബഷീറാണ്. ഓർമ്മയുടെ അറകൾ ബഷീർ. ഒളിവിലെ ഓർമ്മകൾ എന്നറിയപ്പെടുന്നത് തോപ്പിൽ ഫാസിയുടെയാണ്. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഫാസി. അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയനാണ്. അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയൻ. അനുഭവങ്ങൾ അഭിമതങ്ങൾ N കൃഷ്ണപിള്ളയുടെയാണ്. അനുഭവങ്ങൾ അഭിമതങ്ങൾ N കൃഷ്ണപിള്ള. അനുഭവങ്ങൾ അഭിമതങ്ങൾ N കൃഷ്ണപിള്ള.
കേരള നവോത്ഥാനമാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത്. കേരള നവോത്ഥാനത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചങ്ങനെ ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ പറയുന്ന നമ്മുടെ ഈ ക്ലാസ് മൊത്തം അങ്ങനെയാണ് കേട്ടോ. അതായത് ഈ ഒരു പേജസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാങ്ക് ഫയൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു 250ഓളം പേജസ് ആണ് നിങ്ങൾ ഇന്ന് ഈ ഒരു ക്ലാസ് കൊണ്ട് കണ്ടു തീർക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു നഷ്ടമല്ല, മൊത്തമായിട്ട് എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ശ്രീനാരായണ ഗുരു ജനനം 1856 ഓഗസ്റ്റ് 20, ജന്മസ്ഥലം തിരുവനന്തപുരം ചെമ്പഴന്തി. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ ചോദ്യമാണ്, എന്നാണ് ശ്രീനാരായണ ഗുരു ജനിച്ചതെന്ന്. 1856 ഓഗസ്റ്റ് 20. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ. ബാല്യകാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു നാണു എന്ന പേരിലാണ് ശ്രീനാരായണ ഗുരു അറിയപ്പെട്ടത്. മരണം അദ്ദേഹത്തിന്റെ 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തത്, മരിച്ചത് എന്ന് പറയുന്നത് 1928 സെപ്റ്റംബർ 20. സെപ്റ്റംബർ 21 നമ്മുടെ അൽഷിമേഴ്സ് ദിനം. അപ്പോൾ അൽഷിമേഴ്സ് ദിനത്തിന്റെ തൊട്ട് തലേന്നാണ് ആര് മരിച്ചത്, ശ്രീനാരായണ ഗുരു മരിച്ചത്. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്തു, ഗുരു മരിച്ചു എന്നുള്ളത് മറന്നുപോയി എന്ന് ഓർത്താൽ മതി. അപ്പോൾ അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21, ഗുരു മരിച്ചത് സെപ്റ്റംബർ 20. ഓക്കെ. ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകൻ, ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകൻ, കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ രാജ്യശില്പി. ഓക്കെ. അപ്പോൾ ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകൻ, കേരള നവോത്ഥാനത്തിന്റെ രാജ്യശില്പി എന്ന് അറിയപ്പെടുന്നു. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ഭവനം എവിടെയാണെന്ന് ചോദിച്ചാൽ വയൽവാരം വീടാണ്. ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ആരാ, ശ്രീനാരായണ ഗുരു. നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. ഗുരുവിനെ പെരിയസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഗുരുവിനെ പെരിയസ്വാമി എന്ന് വിളിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ ആദ്യകാല ഗുരു ആരാന്ന് ചോദിച്ചാൽ മൂത്ത പിള്ള ആശാനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു ആരാന്ന് ചോദിച്ചാൽ മൂത്ത പിള്ള ആശാനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് മൂത്ത പിള്ള ആശാനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു മൂത്ത പിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച ആരാന്ന് ചോദിച്ചേക്കണ ചോദ്യമാണ് തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വമലയിലെ ഗുഹയ്ക്ക് പറയുന്ന പേരാണ് പിള്ളത്തടം ഗുഹ. ഇതും ചോദിച്ചേക്കണെയാണ്, പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരുവിനെ ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടിയ വർഷം 1882 ശ്രീനാരായണ ഗുരുവിനെ ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടിയത്. ഏത് ക്ഷേത്രത്തിൽ വച്ചാന്ന് ചോദിച്ചാൽ അണിയൂർ ക്ഷേത്രം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് മോസ്റ്റ്ലി റിപ്പീറ്റഡ്. എത്ര തവണയാണ് ചോദിച്ചതെന്ന് അറിയത്തില്ല, അത്രത്തോളം ചോദിച്ചേക്കണെയാണ്. ആർക്കാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. ഇതും ചോദിച്ചേക്കണ ചോദ്യമാണ്, CF ആൻഡ്രൂസ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്നത് CF ആൻഡ്രൂസ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. അപ്പോൾ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം മോസ്റ്റ്ലി റിപ്പീറ്റഡ് 1888. കാരണം അത്ര തവണ PSC ചോദിച്ച ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. ഗുരു ആലുവിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചതാണെങ്കിൽ 1913 അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു. അതെന്നാ ചോദിച്ചാൽ 1881 ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചത്. ഗുരുവിനോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് 1967 ഗുരുവിനോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1967 ഓഗസ്റ്റ് 21. SNDP രൂപീകൃതമായ വർഷം 1903 മെയ് 15. ഇതും ചോദിച്ചേക്കണെയാണ്. SNDPയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം. ചോദിച്ചു, SNDPയുടെ മുഖപത്രം വിവേകോദയം. വിവേകോദയം ആരംഭിച്ചത് 1904. ആദ്യ പത്രാധിപർ കുമാരനാശാനും ആദ്യത്തെ ഔദ്യോഗിക എഡിറ്റർ, ഇതാണ് ഇപ്പൊ ചോദിക്കാറുള്ളത്, ആരാണ്? M ഗോവിന്ദനാണ്. എന്തിന്റെ? നമ്മുടെ വിവേകോദയം എന്ന് പറയുന്ന പത്രത്തിന്റെ ഔദ്യോഗിക എഡിറ്ററാണ് M ഗോവിന്ദൻ. ഇനി SNDPയുടെ മുഖപത്രം അറിയപ്പെടുന്നത് ഇന്ന് ഏത് പേരിലാന്ന് ചോദിച്ചാൽ വിവേകോദയം അല്ല. ഏത് പേരിലാ? യോഗനാഥം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ആദ്യം ഏത് പേരിൽ അറിയപ്പെട്ടു? വിവേകോദയം. പിന്നീട് അത് എന്ത് പേരായി?
യോഗനാഥം. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924 സർവമത സമ്മേളനം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാന്ന് ചോദിച്ച മക്കളെ ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചു. ശ്രീലങ്കയാണ്. ശ്രീനാരായണ ഗുരു ശ്രീലങ്കയിലേക്ക് പോയപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം ഏതാണ്? അതും ചോദിച്ചിട്ടുണ്ട്. കാവി വസ്ത്രം. ആദ്യ ശ്രീലങ്ക സന്ദർശനം 1918 ആദ്യ ശ്രീലങ്ക സന്ദർശനം നടത്തി. അതേപോലെ തന്നെ എന്താണ് രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം? ഇമ്പോർട്ടന്റ് ആണ്. 1926 രണ്ടാമത് ശ്രീലങ്ക സന്ദർശനം നടത്തിയത്. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതു ചടങ്ങ് ഏതാന്ന് ചോദിച്ചാൽ കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗം 1927 എന്ത് ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതു ചടങ്ങ് ഏതാന്ന് ചോദിച്ചാൽ കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗത്തിലാണ് ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് 1927 അവസാനമായി ശ്രീനാരായണ ഗുരു പങ്കെടുത്ത ചടങ്ങ് കോട്ടയത്ത് വച്ച SNDP യോഗം. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം വെള്ള വസ്ത്രം. അപ്പോൾ ഏത് വസ്ത്രമാണ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ വെള്ള വസ്ത്രമാണ്. പ്രധാന കൃതികളാണ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഏകദേശം ഒരു 10, 25, 30ഓളം കൃതികളുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാം കൂടി പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും എന്ത് ചെയ്യുക, പഠിക്കുക. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ശിവശതകം, അദ്വൈത ദീപിക, ജാതി നിർണയം, വേദാന്ത സൂത്രം. അപ്പൊ ഇത്രയും കൃതികളെങ്കിലും ഓർത്തിരിക്കുക, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ശിവശതകം, അദ്വൈത ദീപിക, ജാതി നിർണയം, വേദാന്ത സൂത്രം. 7 ഞാൻ പഠിക്കാൻ പറയുന്നത്. അത്രത്തോളം കൃതികളുണ്ട്, പക്ഷെ 7 എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ശ്രീനാരായണ ഗുരു ഞാൻ ഒന്നുകൂടി ഓടിച്ചു പറയാം. അദ്ദേഹം ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരാണ് പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാടനാശാനും മാതാവ് കുട്ടിയമ്മയാണ്. ബാല്യകാലത്ത് നാണു എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. നാണു എന്ന പേരിൽ അദ്ദേഹം മരിക്കുന്നത് 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു മരിക്കുന്നത്. ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകൻ, അതേപോലെ തന്നെ കേരള നവോത്ഥാനത്തിന്റെ രാജ്യശില്പി, അതേപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ വീട് വയൽവാരം ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ്. നാണുവാശാൻ എന്ന പേരിലാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുവാണ് മൂത്തപിള്ള ആശാൻ. അതേപോലെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച തൈക്കടയ്യാണ്. അദ്ദേഹം എവിടെയാണ് തപസ്സനുഷ്ഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളത്തടം ഗുഹയാണ്. അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുവിനെ ചട്ടമ്പി സ്വാമി കണ്ടുമുട്ടിയത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്ക്. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച് 87. അതേപോലെ എന്താണ് നമ്മുടെ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888. നെയ്യാറിൽ നിന്ന് കൊണ്ടുവന്ന കല്ലെടുത്താണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. ആലുവയിൽ അദ്വൈതാശ്രമം 1913. ഇനി സ്കൂൾ സ്ഥാപിച്ചത് അഞ്ചുതെങ്ങില് 1881. 1967 ഓഗസ്റ്റ് 21 അദ്ദേഹത്തിന്റെ പേരിൽ ചിത്രത്തിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത്. SNDP യോഗം 2003 മെയ് 15. അതായത് SNDPയുടെ ആദ്യത്തെ മുഖപത്രമാണ് വിവേകോദയം. എഡിറ്റർ MV ഗോവിന്ദനാണ്. പിന്നീട് അത് ഏത് പേരിലേക്ക് മാറി? യോഗനാഥം എന്ന പേരിലേക്ക് മാറി. ആലുവയില് സർവമത സമ്മേളനം 1924. ശ്രീനാരായണ ഗുരു പോയ വിദേശ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീലങ്കയാണ്. ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ കാവ്യ വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. ആദ്യ യാത്ര 1918, രണ്ടാമത് 1926 അദ്ദേഹം പോയത്. അദ്ദേഹം അവസാനമായി പങ്കെടുത്ത ചടങ്ങ് ഏതാന്ന് ചോദിച്ചാൽ കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗമാണ് 1927. അവസാനം ശ്രീനാരായണ ഗുരു സമാധിയുടെ സമയത്ത് അണിഞ്ഞിരുന്ന ഡ്രസ്സ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ളയാണ്. പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ശിവശതകം, അദ്വൈത ദീപിക, ജാതി നിർണയം, വേദാന്ത സൂത്രം. ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് ഒരു തവണയെങ്കിലും കേൾക്കാനായിട്ട് മൊത്തമായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ട മാർക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ ക്ലാസ് കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് വരിക. ടെലഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പോള് 9 മണിക്ക് റെഡി ആയിരിക്കും. ഇതിന്റെ PDF നോട്ടും നമ്മുടെ എവിടെയാണ് ഈ പറയുന്ന നമ്മുടെ ടെലഗ്രാമിൽ 1 ക്ലിക്ക് PSC എന്ന് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ ടെലഗ്രാമിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സെയിം എംബ്ലം, യൂട്യൂബിന്റെ സെയിം എംബ്ലത്തിൽ തന്നെയാണ് ടെലഗ്രാം ചാനലിലും വരുന്നത്. അതെന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. കാരണം നമ്മുടെ ഈ ഡീറ്റെയിൽ എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇടുന്നതെല്ലാം ടെലഗ്രാമിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ലാസ്
ക്ലാസ് കണ്ടതിന് ശേഷം 3 മണിക്ക് ക്ലാസ് കണ്ടതിന് ശേഷം നേരെ നിങ്ങൾ ടെലഗ്രാമിൽ വന്ന് നിങ്ങൾ നോട്ട് വായിക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു വട്ടം കൂടി ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം കൃത്യം 9 മണിക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പോൾ ഉണ്ട്. അതിൻ്റെ അകത്തുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ടൊരു ഉദ്യോഗാർത്ഥി ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ LDC 2024 എക്സാമിന് നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് എഴുതാനും പറ്റും. അതേപോലെ തന്നെ 2025 ഓഗസ്റ്റില് നമ്മുടെ ലിസ്റ്റ് വരുമ്പോൾ അതിന്റെ ആദ്യത്തെ 100 റാങ്കില് നിങ്ങൾ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പഠനം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എന്താണ് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റണം. അതിന്റെ സോഴ്സ് മെറ്റീരിയൽ നമ്മുടെ കൂടെ ഉണ്ടാവണം. അത് നമുക്ക് കണ്ടു വേണം പഠിക്കാൻ. ഇതൊന്നും അല്ലാതെ വെറുതെ കുറെ ക്ലാസ്സുകളും അതേപോലെ തന്നെ എന്താണ് വെറുതെ കുറെ കാര്യങ്ങൾ വായിച്ചു കൂട്ടി വെറുതെ കുറെ കാര്യങ്ങൾ എന്താണ് അവിടെ ഇവിടെ എല്ലായിടത്തും പോയി ഇട്ടിട്ട് ഒരു പ്രയോജനവുമില്ല മക്കളെ. നമ്മൾ പഠിക്കുന്നത് നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റണം. അത് കറക്റ്റായിട്ട് എക്സാം ചെയ്യാൻ പറ്റണം. അത് ഓർത്തിരിക്കണമെങ്കിൽ റിവിഷൻ അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ ഞാൻ തരുന്ന നിങ്ങളുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ് കണ്ട് നോട്ട് വായിച്ച് വീണ്ടും ക്ലാസ് കണ്ട് എക്സാമും അറ്റൻഡ് ചെയ്താൽ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. ക്രിസ്റ്റൽ ക്ലാരിറ്റി തന്നെയാണ് പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് വേണം. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ മിഷൻ കംപ്ലീറ്റ് ആക്കും. 75 ഹോട്ട് ടോപ്പിക്സ് ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ നിങ്ങളെ പഠിച്ച് ബേസ് ഉൾപ്പെടെ സെറ്റാക്കി നമ്മൾ പോകും. അതിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ത്യജിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ത്യജിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നേട്ടങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ലാതായി തീരും ആ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ നേട്ടം എന്ന് പറയുന്നത് LDC 2025 ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ റാങ്കിൽ നമ്മൾ ഉണ്ടാകണം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടിയുള്ള പ്രയാണമാണ് നമ്മുടെ ഈ കഷ്ടപ്പാട് എന്ന് പറയുന്നത്. അതിലേക്ക് വേണ്ടി തീവ്രമായിട്ട് തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്തുള്ള എക്സാമുകളിലൊക്കെ ചോദിക്കട്ടെ എന്നും സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് അടിക്കണം. അതേപോലെ തന്നെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ചെയ്യണം. ഞാൻ മാക്സിമം സൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ മൈക്ക് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ കുഴപ്പമില്ല എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.